മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ നാലംഗ കുടുംബത്തിലെ 7 വയസ്സുകാരിയായ മൂത്ത മകളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ പുഴയിൽ കാണാതായ കുടുംബത്തിലെ 4 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കോതമംഗലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശി നാരായണൻ, ഭാര്യ വിജിമോൾ, 7 വയസ്സുള്ള മകൾ, 2 വയസ്സുകാരനായ മകൻ എന്നിവരാണ് മരിച്ചത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വിജിമോളുടെയും 2 വയസ്സുകാരനായ മകന്റെയും മൃതദേഹങ്ങൾ മുളക്കുളം പാലത്തിന് സമീപം ആദ്യം കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ശനിയാഴ്ച ഭർത്താവ് നാരായണന്റെ മൃതദേഹവും ഇന്ന് രാവിലെ മൂത്ത മകളുടെ മൃതദേഹവും പുഴയിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവുമാണ് കുടുംബത്തെ ഈ ദാരുണമായ അവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ. പൂർണ്ണമായി കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിയായിരുന്നു വിജിമോൾ. വാടക കുടിശ്ശിക വർദ്ധിച്ചു വന്നപ്പോൾ താമസം മാറേണ്ടി വന്ന കുടുംബം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ സഹായം അഭ്യർത്ഥിച്ചെത്തി. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ പുതിയ താമസസ്ഥലം ക്രമീകരിച്ച് നൽകാനിരിക്കെയാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് കുടുംബം പിറവത്തെ ഒരു ഹോട്ടലിൽ നിന്നും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കുടുംബം ജീവൻ ഒടുക്കിയതാണോ അതോ മറ്റെന്തെങ്കിലും അപകടമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പിറവം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഈ കുടുംബം അവസാനമായി താമസിച്ചിരുന്നത് പോലീസ് ശരിയാക്കി കൊടുത്ത കോതമംഗലത്തെ ഒരു ലോഡ്ജിലായിരുന്നു. പോലീസ് തന്നെ പുതിയ വാടക വീടും ഇവർക്കായി ഒരുക്കി കൊടുത്തിരുന്നു. അവിടേക്ക് താമസം മാറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത എല്ലാവരും കേൾക്കുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ കണ്ട് പോലീസിന്റെ ചെലവിൽ ഇവർക്ക് താൽക്കാലിക താമസത്തിന് ഹൈറേഞ്ച് ജംഗ്ഷന് സമീപത്തെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് നൽകുകയായിരുന്നു. കുട്ടികൾക്ക് അടക്കം വസ്ത്രവും ഭക്ഷണവും മറ്റും വാങ്ങി നൽകുകയും ചെയ്തു. എന്ത് ആവശ്യമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും പോലീസ് ഇവരോട് പറഞ്ഞിരുന്നു. ഫോൺ കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങി നൽകാമെന്നും പറഞ്ഞിരുന്നു. പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ചെറിയ തുകയും മറ്റുള്ളവരുടെ സഹായവും കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് SHO പ്രശാന്ത് കുമാർ പറയുന്നു. ഇടയ്ക്ക് പോലീസിനെ സമീപിച്ച് സഹായവും ചോദിക്കാറുണ്ടായിരുന്നു. പോലീസ് ഇടയ്ക്കിടെ ലോഡ്ജിൽ ഇവരുടെ ക്ഷേമാന്വേഷണം നടത്താൻ എത്താറുമുണ്ടായിരുന്നു. ഈ സംഭവ ദിവസം പോലീസ് എത്തിയപ്പോഴാണ് വ്യാഴാഴ്ച രാവിലെ മുറി പൂട്ടി പള്ളിയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയതായി ലോഡ്ജിലെ ജീവനക്കാരൻ അറിയിച്ചത്. പുതിയ വാടക വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളും എല്ലാമായാണ് പോലീസ് അവിടെ എത്തിയത്. വൈകിട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഗ്രൂപ്പിൽ പിറവത്ത് നിന്ന് സ്ത്രീയുടെയും കുട്ടിയുടെയും ചിത്രം കണ്ട് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഈ കുടുംബം ആണെന്ന് മനസ്സിലായത്. നമ്മുടെ നാട്ടിൽ എത്രയോ സമുദായ സംഘടനകൾ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് തന്നെയാണ് തോന്നുന്നത്. പോലീസുകാർ ഇവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ ചെയ്യുന്നതിൽ ഒരു പരിമിതിയും ഉണ്ടാവും. ഒരു ഉപകാരവും ഇല്ലാതെ അമ്പലങ്ങളിലും പള്ളികളിലും എത്രയോ ലക്ഷം രൂപയാണ് മലയാളികൾ കാണിക്കയായി ഇടുന്നത്. കൊടിമരം മുതൽ വാതിൽ വരെ സ്വർണം പൂശുകയാണ്. ചിലർ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കാത്ത ദൈവങ്ങളുടെ അത്താഴ പൂജക്കായി ആയിരക്കണക്കിന് രൂപ ഒരു നേരം ചെലവാക്കുന്നു. ഇത്തരം മരണങ്ങൾ നടക്കുമ്പോഴെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി നമ്മൾ പണം ചെലവാക്കുന്നതിൽ ഒരു വീണ്ടുവിചാരം നടത്തേണ്ടത് അത്യാവശ്യമാണ്.